ഡിഫെൻഡ് ചെയ്യുന്നവർ അല്ലെ മിഡ്ഫീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ പുതിയ പുതിയ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഇത് ഒരു ഡിഫറൻറ്റ് സ്കില്ലാണ്. പലപ്പോഴും മിക്ക ബിസിനസ്സുകാരും അവർ വരുന്നത് ഒരു സെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഈ സെയിൽസിൽ നിന്നിട്ട് ആണ് പതുക്കെ ബിസിനസ് ഓണറായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഒഫൻസ് ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒഫൻസ് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്കിൽ എന്ന് പറഞ്ഞു. ഒഫൻസ് എന്താണ്? അറ്റാക്ക് ചെയ്യുക, കൂടുതൽ സെയിൽസ് എടുക്കുക, ഗ്രോത്ത് കൊണ്ടുവരിക, കൂടുതൽ ബ്രാഞ്ച് കൊണ്ടുവരിക, കൂടുതൽ മാർക്കറ്റ് ഷെയർ, കൂടുതൽ എക്സ്പാൻഷൻ, കൂടുതൽ വിസിബിലിറ്റി, കൂടുതൽ റവന്യൂ. അങ്ങനെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ എന്നതിന്റെ പിന്നാലെ ഓടുന്നതാണ് ഒരു ലീഡർ. അതായത് ദേ ആർ മേക്കിംഗ് മണി. അവര് ബിസിനസിന്റെ അകത്തേക്ക് കാശ് കൊണ്ടുവരുന്നവരാണ്. അതാണ് ഒഫൻസ് ലീഡർ. രണ്ടാമത്തെ ഒരു ലീഡർ ഉണ്ട്, അതാണ് ഡിഫൻസ്. ഇപ്പൊ നമ്മളൊരു ഒരു ഫുട്ബോൾ മാച്ച് കളിക്കുകയാണ്. ആ മാച്ചിന്റെ അകത്ത് ഹാഫ് ടൈം ആയപ്പോ നമ്മുടെ ടീം 3-0 മുന്നിൽ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യു ഹാവ് ടു ഡിഫെൻഡ് യുവർ സ്കോർ. ഇനി എന്ത് ചെയ്യുക? ഗോൾ അടിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇനി ഇവിടെ വന്നാരും ഗോൾ അടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? സെക്കൻഡ് ഇതിലെത്തുമ്പോഴത്തേന് ഫോർവേഡിനെ മാറ്റിയിട്ട് കൂടുതൽ ഡിഫൻഡേഴ്സിനെ കോച്ച് ഇറക്കി വിടും. കാരണം എന്താ? ഇനി യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ സ്കോർ എന്ന് പറയുന്ന പോലെ ബിസിനസ്സിൽ ഒരു സൈഡിൽ കൂടി സെയിൽസ് ഒക്കെ വന്ന് കാശ് വരുന്നുണ്ട് എങ്കിൽ അവിടെ രണ്ടാമത്തെ ഒരു ജോലി നമ്മൾക്ക് കിടപ്പുണ്ട്, അതാണ് പ്രൊട്ടക്ട്. ആ കിട്ടുന്ന പൈസയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ടോപ്പ് ലൈനിൽ എന്താ നടക്കുന്നത്? ഒഫൻസ് ആണ്, കൂടുതൽ വരുമാനം കൊണ്ടുവരുന്നു. ബോട്ടം ലൈനിൽ എന്ത് നടക്കണം? നമുക്കൊരു ലീഡർ ഉണ്ടായിരിക്കണം. ഇതൊരു ഫിനാൻസ് മാനേജർ ആകാം, ഇത് നമ്മളുടെ ഒരു ഒരു അക്കൗണ്ടന്റ് ആകാം. ബട്ട് ഇത് ഒരു ഡിഫറൻറ്റ് സ്കില്ലാണ്. പലപ്പോഴും ഇത് രണ്ടും ഒരാൾക്ക് കിട്ടത്തില്ല. കാരണം എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്കില്ലായിരിക്കും അപ്പർ ഹാൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒഫൻസ് കൂടുതലുള്ള ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ വരുമാനം കൂടുതലായിരിക്കും, പക്ഷെ പ്രോഫിറ്റ് കുറവായിരിക്കും. ഡിഫൻസ് കൂടുതലുള്ളിടത്ത് സെയിൽസ് കുറവായിരിക്കും, പക്ഷെ നടക്കുന്നതിൻ്റെ അകത്ത് മാക്സിമം പ്രോഫിറ്റ് അവരെടുക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഒരുപോലെ നടക്കണം. കാരണം ഒഫൻസ് വിൽ മേക്ക് മണി, ഡിഫൻസ് വിൽ കീപ് മണി. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒഫൻസും വേണം, ഡിഫൻസും വേണം. വിച്ച് മീൻസ് റവന്യൂവും കൊണ്ടുവരണം. ആ വരുന്നതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് എടുത്ത് അത് നമ്മളുടെ വളർച്ചയ്ക്കും നമുക്ക് സമ്പാദിക്കാനും അതിൽ നിന്ന് സാധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒഫൻസ് മാത്രം. മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ ഇഷ്ടം പോലെ നടക്കുന്നു, സെയിൽസ് എക്സ്പാൻഷൻ ഇഷ്ടം പോലെ നടക്കുന്നു, എന്നും ഹയറിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു, പുതിയ 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 ബ്രാഞ്ചുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ പുതിയ പുതിയ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആഡ് സ്പെൻഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നു, ബ്രാൻഡിങ് വലുതാക്കുന്നു, പൊസിഷനിങ് വലുതാക്കുന്നു. ഇതെല്ലാം ഒഫൻസ് ലീഡർ ചെയ്യുന്ന കാര്യമാണ്. അതേസമയം ഡിഫൻസ് ലീഡർ എന്താണ് ചെയ്യുന്നത്? അനാവശ്യമായ ചെലവുകൾ കട്ട് ചെയ്യുന്നു, കോസ്റ്റ് കട്ടിങ്. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യുന്നു, കളക്ഷനിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, മാർജിൻ പ്രോഫിറ്റ് കൂടുതലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു, റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആക്കുന്നു, ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്നു. ഇതാരാണ് ചെയ്യുന്നത്? ഡിഫൻസ് ലീഡർ. അപ്പോൾ ഒഫൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ വരുമാനം കാണും, പക്ഷെ ഒന്നും മെച്ചം കാണത്തില്ല. നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ബോത്ത് ഒഫൻസ് പ്ലസ് ഡിഫൻസ്. ഇത് രണ്ടും കൂടെ നമുക്ക് ചേരണം. ഇല്ലെങ്കിൽ സെയിൽ എടുത്തെടുത്ത് അങ്ങ് പോവും, പലപ്പോഴും മെച്ചമൊന്നും കാണത്തില്ല. സോ ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ. ഈ വീക്ക് ബിസിനസ്സുകളുടെ, ഇപ്പോ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകളുടെ പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല സമയത്ത് ഇവരെന്ത് മാത്രമേ ശ്രദ്ധിക്കൂ? ഒഫൻസ് മാത്രമേ ശ്രദ്ധിക്കൂ. സെയിൽസ് 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 സെയിൽസ്, വരുമാനം കൂട്ടുക, പുതിയ പ്രൊഡക്റ്റ്, എക്സ്പാൻഷൻ, ഗ്രോത്ത്, ഇത് മാത്രമേ ഇവന്റെ തലയിലുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഒരു ബാഡ് ടൈം വരുന്ന സമയത്ത്, ഒരു പഞ്ഞമാസം വരുന്ന സമയത്ത് അവർക്ക് പാനിക്കായിട്ട് ഡിഫൻസിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഒരു സ്ട്രോങ് ബിസിനസ് ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂറിങ് ഗുഡ് ടൈം, നന്നായി കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് യു ഹാവ് ടു ബിൽഡ് ഡിഫൻസ്. നന്നായി ബിസിനസ് പോകുന്ന സമയത്ത് യു ഹാവ് ടു ബിൽഡ് ഡിഫൻസ്.
സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് സ്മാർട്ട് ഒഫൻസ്. സ്മാർട്ടായിട്ടുള്ള ഒഫൻസുകൾ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം.